ഒരു വലിയ മതില് പണിയാൻ ചെറിയ രണ്ട് മക്കളെ ഏൽപ്പിക്കുന്ന തന്റെ പിതാവിന്റെ ഓർമ്മ പറഞ്ഞുകൊണ്ടാണ് ലോകപ്രശസ്ത കലാകാരൻ വിൽ സ്മിത്ത് തന്റെ ആത്മകഥ തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് 11 വയസ്സാവുന്ന സമയത്താണ് എന്നെയും എൻ്റെ അനിയൻ ഹാരിയെയും അച്ഛനെയും ഞങ്ങളുടെ കടയുടെ അടുത്തുള്ള ഒരു വലിയ മതില് കെട്ടാൻ ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെയോ തൊഴിലാളികളെയോ ഒക്കെ വെച്ച് ഏൽപ്പിക്കേണ്ട ജോലി ഞങ്ങളെപ്പോലെ രണ്ട് ചെറിയ മക്കളെ ഏൽപ്പിച്ചപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് എല്ലാവരും കളിച്ച് നടക്കുന്ന സമയത്ത് 1 വർഷത്തോളം ഞങ്ങൾ പണിയെടുത്തു. എന്നിട്ടും ആ മതിലിന്റെ പണി എവിടെ എത്തിയില്ല. ഒരു ദിവസം മടുത്തിട്ട് ഞാൻ അനിയനോട് പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ മതിലിന്റെ പണി ഒരിക്കലും പൂർത്തിയാവില്ല. ഈ സംസാരം കടയുടെ അകത്തിരിക്കുന്ന അച്ഛൻ കേട്ടു. അച്ഛൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തിനാണ് മതിലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മതിലുണ്ടാക്കണ്ട, അതിന് നിങ്ങളോട് ആരും പറഞ്ഞിട്ടുമില്ല. നിങ്ങള് കല്ലുകൾ വെച്ചാൽ മാത്രം മതി. അദ്ദേഹം പറയുന്നു, വലിയൊരു മതിലുണ്ടാക്കണമെന്ന് കരുതിയപ്പോ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കല്ലുകൾ വെക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് മനസ്സിലായപ്പോ അത് വളരെ എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ 18 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവസാനത്തെ കല്ലും വെച്ച് കഴിഞ്ഞു. ആ വലിയ മതിലിന്റെ പണി പൂർത്തിയായി. ഞങ്ങളുടെ പിറകിൽ വന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഈ ലോകത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഇനി മേലാ നിങ്ങൾ പറഞ്ഞു പോകരുത്. വിൽ സ്മിത്ത് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച വാക്കുകളായിരുന്നു അത്. നമുക്കൊക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. ലോകം അറിയുന്ന കലാകാരനാവണം, ബെസ്റ്റ് സെല്ലിംഗ് ഓതർ ആവണം, അനേകരുടെ ജീവിതം മാറ്റിമറിക്കുന്ന സംരംഭകനാകണം. എന്നാൽ ഈ വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ വലിയ വലിയ കടമ്പകൾ കൂടിയാണ്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്കതെല്ലാം അസാധ്യമായിട്ട് തോന്നും. എന്നാൽ നമ്മൾ എത്ര തളർന്നു പോയാലും ഒരു കല്ല് എടുത്തു വെക്കുക, എത്ര വീണു പോയാലും ഒരടി മുന്നോട്ട് വെക്കുക. മാർട്ടിൻ ലൂഥർ കിങ് പറയുന്നത് പോലെ, നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാനും കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇഴയുക. ബട്ട് വാട്ട് എവർ യു ഡു, യു ഹാവ് ടു കീപ് മൂവിങ്. ചെയ്യുന്നത് എന്ത് തന്നെ ആയാലും നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക.